എൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, ഒരു തിരക്ക് വന്നതുകൊണ്ടാണ്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു കട്ടിങ് വീഡിയോ ആണ്. അപ്പം 37 ചെസ്റ്റ് അളവുള്ള ബ്ലൗസാണ്, സാരി ബ്ലൗസാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യുന്നത്. അവർ നമുക്ക് അളവുകളെല്ലാം ഇട്ട് തന്നിരുന്നു. അപ്പം അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് വിത്ത് ബ്ലൗസാണ്, സാരിയിൽ നിന്ന് മുറിച്ചതാണ്, കസവൊന്നുമില്ല, പ്ലെയിൻ ആണ്. ഇതിന്റെ ലൈനിങ് ആണിത്. അപ്പൊ അളവുകൾ നമുക്ക് എഴുതി വെക്കാം. ഇറക്കം വരുന്നത് 14 ഇഞ്ച്, ചെസ്റ്റ് വണ്ണം വരുന്നത് 37.5, ബ്രസ്റ്റ് വരുന്നത് 39, 2 ഇഞ്ച് വ്യത്യാസമാണ്. വേസ്റ്റ് വരുന്നത് 33, നെക്ക് വരുന്നത് പുറകിൽ 8, 7 ആം ഹോള് 18, ഷോൾഡർ 15, കൈയിറക്കം 12, വണ്ണം 12, മുകൾ വശത്തെ വണ്ണം 14, അതായത് ആം ഫിറ്റ് 14. പിന്നെ ഫ്രണ്ടില് ടക്കിന്റെ ഇറക്കം വരുന്നത് 10.5. അപ്പൊ അണ്ടർ ബ്രസ്റ്റിന്റെ ഇറക്കമൊന്നും അവർ തന്നിട്ടില്ല. അപ്പൊ ഇത്രയാണ് അളവ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ അളവ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാം. ഞാനെപ്പോഴും നല്ല തുണിയെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. സാധാരണ ചിലര് ലൈനിങ് തുണിയിൽ കട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നമ്മുടെ ഒറിജിനൽ സാരി ബ്ലൗസിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അടിവശം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ഇറക്കം പിടിക്കാം. നമുക്ക് ഇറക്കം കിട്ടേണ്ടത് 14 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പടി വെച്ച് തയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പം 14ന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുമ്പോൾ 15. നമ്മൾ അടയാളപ്പെടുത്തി. ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പൊ കഴുത്തിറക്കം വരുന്നത് 8 ഇഞ്ചാണ്. പുറകിലത്തെ കഴുത്തിറക്കം വരുന്നത് 8. പുറകിലത്തെ കഴുത്തിറക്കം വരുന്ന 8 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കഴുത്തിറക്കം 8 ആയതുകൊണ്ട് ഷോൾഡർ 15 ആണ്. 15ൽ നിന്ന് കഴുത്തിറക്കം 8 ആയതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് കുറച്ചു. 2 ഇഞ്ച് കുറച്ച ശേഷം ബാക്കി വരുന്ന 13. 13ന്റെ 2 വായിക്കുമ്പോൾ 6.5 വരുന്നത്. ആ 6.5 നമ്മളിവിടെ ഷോൾഡർ ആയിട്ട് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ കഴുത്തിറക്കത്തിനനുസരിച്ചാണ് ഷോൾഡർ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിനി കഴുത്തകലമാണ് നോക്കേണ്ടത്. കഴുത്തകലം നമ്മൾ മുകൾ വശത്ത് 2.25, താഴെ വശത്ത് നമ്മൾ 2.5 എടുക്കും. കഴുത്ത് വിടർന്നു വേണ്ട, അതുകൊണ്ട് തന്നെ 2.5 ഇഞ്ചാണ് നമ്മൾ കഴുത്തിന്റെ അകലമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത്. കൈക്കുഴി നമ്മൾ സാധാരണ ചിലർ പറയും ഇവിടെ 6 കൊടുത്താൽ മതി, 5.5 കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആം ഹോൾ റൗണ്ടിനനുസരിച്ച് നമ്മൾ കൈ കൊടുക്കാൻ പോവാണ്, കൈക്കുഴി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 18 നമുക്ക് 18 വരുമ്പോൾ 18ന്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ 18.5 വന്നു. അതിന്റെ പകുതി എന്ന് പറയുന്നത് 9.25. 9.25 നമുക്ക് ആം ഹോൾ റൗണ്ടിൽ കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 6.5 ഇഞ്ച് ആം ഹോൾ റൗണ്ടിനുള്ള കൈക്കുഴിയുടെ ഇറക്കമായിട്ട് നമ്മൾ കൊടുത്തു. ഇഞ്ച് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണാണ് കണക്കാക്കേണ്ടത്. അപ്പൊ ചെസ്റ്റ് വണ്ണം നമുക്ക് 37.5 വരുന്നത്. അപ്പൊ 37.5 ചെസ്റ്റ് വണ്ണവും ബസ്റ്റ് വണ്ണം 39 2 ഇഞ്ച് വ്യത്യാസം ഉള്ളത് കൊണ്ട്, ഇത് തമ്മിൽ 2 ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് 3 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവിന്റെ കൂടെ കൊടുക്കുന്നത്. അപ്പൊ 37ന്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് 40 വരുന്നത്. 40ന്റെ 4 എന്ന് പറയുന്നത്
40 വരും. 37 3 40. 40യുടെ 4 1 എന്ന് പറയുന്നത് 10 ഒരു പോയിന്റും കൂടെ വരും. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേസ്റ്റ് അളവ് വരുന്നത് 33 ആണ്. 33ന്റെ 4 മാത്രം നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി. 33ന്റെ 4 എന്ന് പറയുമ്പോൾ 8.25. അത് നമ്മൾ അടയാളപ്പെടുത്തി. നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ ചിലർക്ക് നമുക്ക് 4 കൂട്ടേണ്ടി വരും, ചിലർക്ക് നമുക്ക് 3 കൂട്ടിയാൽ മതിയാവും. ഞാൻ 3ഉം 4ഉം കൂട്ടാറുണ്ട്. അതായത് ചെസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നതുകൊണ്ട് 3 ഇഞ്ച് കൂട്ടുന്നതും ഉണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രൈബർക്ക് അല്ലെങ്കിൽ ഈ കസ്റ്റമർക്ക് നമ്മൾ 3 ഇഞ്ചാണ് ചെസ്റ്റ് അളവിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കൈക്കുഴി വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് കാണാം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിനായിട്ട് ഇടണം. അതിൽ നിന്ന് നമുക്ക് പകുതി 6.25 3ഉം 1 പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇവിടുത്തെ ആം ഹോൾ റൗണ്ടിൻ്റെ അകലം അത് നമുക്ക് 10 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 9.25 വന്നിട്ടുള്ളത്. അപ്പം 3/4 ഇഞ്ച് നമ്മളിവിടെ ആം ഹോളിൻ്റെ, അതായത് ഇവിടെ നിന്നുള്ള അകലമായിട്ട് നമ്മൾ കൊടുക്കണം. 9.25 10, അപ്പം 3/4 ഇഞ്ച് വ്യത്യാസം. അപ്പോൾ ആ 3/4 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മളിവിടെ അകലം കൊടുക്കേണ്ടത്. നമ്മൾ 9.25 നമുക്ക് കിട്ടേണ്ടത്. നമുക്കൊന്നുകൂടെ അളക്കാം. നമുക്കിവിടെ 9.25 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഉണ്ടോ? കൃത്യമായിട്ട് നമുക്ക് 9.25 കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ടക്കൊന്നും കൊടുക്കുന്നില്ല, ഇവർക്ക് ടക്കിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ കഴുത്തും വരച്ചു. നമുക്കത് വെട്ടിയെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം. നമുക്കിവിടെ തയ്യൽത്തുമ്പും കൂടെ ഇടണം. പുറകുവശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കൈ കട്ട് ചെയ്യുന്നത് ഇതിന്റെ ബാക്കി സ്ഥലത്ത്, അതായത് നമ്മൾ പുറകുവശം മുറിച്ചതിന്റെ ബാക്കി സ്ഥലത്തു നിന്നാണ് നമ്മൾ കൈ കട്ട് ചെയ്യുന്നത്. നമുക്ക് 4 മടക്കിയിടാം. നമ്മൾ ഇറക്കം 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇറക്കമാണ്. ത്രികാളിന്റെ ഇറക്കം നോക്കാം. അപ്പോൾ ഇവർക്ക് 37 ആയതുകൊണ്ട് നമ്മൾ 3.5 ഇഞ്ച് ത്രികാളിന്റെ ഇറക്കമായിട്ട് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച്. അപ്പോൾ ഇനി വണ്ണം നമുക്ക് ഇവർക്ക് 14 നമ്മൾ 7 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തി. തയ്യൽത്തുമ്പ് അടിവശത്തെ വണ്ണം 12, നമ്മൾ 6 അടയാളപ്പെടുത്തി. നമുക്ക് ട്രിക്കാൾ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി 3.5 ഇഞ്ച്. നമുക്കിത് കൈ ഇങ്ങോട്ട്, അതായത് മോൾ വശത്തേക്ക് നമുക്ക് അത് കോണ് വരയ്ക്കാം. അതിനുശേഷം അതിൻ്റെ നടുക്ക് 8 ഇഞ്ചുണ്ട്, അത് 4. ഫ്രീ ഹാൻഡായിട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം. നമ്മൾ കൈ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് നമ്മൾ ക്രോസ് ആണ് കട്ട് ചെയ്യുന്നത്. ഇത്രയും തുണിയുണ്ട് നമുക്ക്. ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് കട്ട് ചെയ്യണം. നമുക്ക് പുറകുവശം വെച്ചിട്ട് നമുക്ക് ക്രോസ് കട്ട് ചെയ്യാം. ഒരു അണ്ടർ ബ്രസ്റ്റിന്റെ ഇറക്കം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മൾ കഴുത്ത് കട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കോണിൽ നമ്മളത് അങ്ങനെ ഇതിന്റെ ഷോൾഡർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചു. പുറകുവശം ഇത് നമുക്ക് വരയ്ക്കാം. ഷോൾഡർ നമ്മളിവിടെ വരച്ചു. ശേഷം കഴുത്തിന്റെ ഇറക്കം, ഫ്രണ്ട് കഴുത്ത് നമുക്ക് 7 ഇഞ്ചാണ് കിട്ടേണ്ടത്. വെച്ച് തീരുമ്പോൾ നമ്മൾ 6.5 ഇഞ്ച് കഴുത്തിറക്കമായിട്ട് കൊടുക്കും. നമ്മൾ ക്രോസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കഴുത്തിറക്കം വരുവാണ് ഇരുന്ന് തയ്ച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ കറക്റ്റ് 7 തന്നെ നമ്മൾ കൊടുക്കില്ല, നമ്മൾ 6.5 കൊടുത്ത് കറക്റ്റ് ചെയ്തു. നമുക്ക് കൈക്കുഴി ഇതുപോലെ വരച്ചെടുക്കാം. ഈ വണ്ണം നമുക്കിവിടെ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. അടിവശത്ത് നമ്മൾ 1.5 കൂടുതൽ കൊടുത്തു, മുകൾ വശത്ത് നമ്മൾ 1 ഇഞ്ചാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് പുറകുവശത്തേക്കാൾ. നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതെടുത്ത് പുറകുവശം എടുക്കാം. നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, കഴുത്ത് അടയാളപ്പെടുത്തി, വണ്ണം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേണ്ടത് അണ്ടർ ബ്രസ്റ്റിന്റെ ഇറക്കമാണ്. ഇവിടെ 12.5 തയ്ച്ച് കിട്ടണമെങ്കിൽ നമ്മൾ 13.5 ഇറക്കം എടുത്തിരിക്കണം. നമുക്ക് സൈഡിൽ 1 ഇഞ്ച് ഷേപ്പിനായിട്ട് കൊടുക്കാം. ഷോൾഡർ, ഇത് കഴുത്ത്, ഇത് കൈക്കുഴി, വണ്ണം, ഇറക്കം, ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിന്റെ താഴ്വശം, ഇവിടെ നമ്മുടെ കഴുത്തിന്റെ അവിടെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇച്ചിരി പുറത്തേക്ക് തള്ളിച്ചാണ് വരച്ചിട്ടുള്ളത് കഴുത്ത്. കാരണം ഇടുങ്ങി പോകാതിരിക്കാൻ നമ്മൾ കഴുത്തിന്റെ അകലം എടുത്തതിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറ്റി, ഒരു 4 ഇഞ്ച് കയറ്റിയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കഴുത്തിന്റെ താഴെ വശത്ത് 1.25 ഇഞ്ച് ഷേപ്പിനായിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ടക്കിന്റെ അകലാണ്. അപ്പൊ ഇവർക്ക് തന്നിട്ടുള്ളത് ഒരു ടക്കിന്റെ അകലം തന്നിട്ടുള്ള 8 ഇഞ്ചാണ്. ഇത് നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് 4.25, 8 ഇഞ്ച് വരുമ്പോൾ അതിന്റെ പകുതി 4, തയ്യൽത്തുമ്പ് 4 ഇഞ്ചും കൂടെ ആയിട്ട് 4.25 നമ്മൾ ടക്കിന്റെ അകലമായിട്ട് രേഖപ്പെടുത്തി. ഇനി നമുക്ക് ടക്കിന്റെ ഇറക്കമാണ്, 10.5 നമുക്ക് ടക്കിന്റെ ഇറക്കമായിട്ട് അവർ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ചിൽ നമ്മൾ ടക്കിന്റെ ഇറക്കം അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഷോൾഡറിന്റെ അവിടെ തയ്ക്കുന്ന 1/2 ഇഞ്ചാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെയിൻ ടക്കിന്റെ വീതിയാണ്. അതായത് നമ്മൾ 1.5 ആണോ, 1 ആണോ, 1.25 ആണോ, 2 ആണോ കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാകേണ്ടത്. നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ബസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള അന്തരമാണ്. അതായത് ബസ്റ്റ് അളവ് 39, വേസ്റ്റ് അളവ് 33. അപ്പൊ 6 ഇഞ്ച് വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളത്. 6 ഇഞ്ച് വ്യത്യാസം അവ തമ്മിലുള്ള 6 ഇഞ്ച് വ്യത്യാസം വരുമ്പോൾ അതിന്റെ പകുതി 3 ഇഞ്ച്. 3 ഇഞ്ച് വീതിയാണ് നമ്മുടെ തയ്ച്ച് തീരുമ്പോൾ ടക്കിന് കിട്ടേണ്ട കണക്ക്. അതിന്റെ വലിപ്പമായിട്ട് കിട്ടേണ്ടത് 3 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ ആ 3 ഇഞ്ചിനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 1.5 ഇഞ്ച് കൊടുത്ത് കറക്റ്റ് ചെയ്യും. സാധാരണ ചിലർ ഇത് 1.5 എടുത്താൽ മതി, 1 എടുത്താൽ മതി എന്ന് പറയും. പക്ഷെ ശരിക്കും ബ്ലൗസ് കറക്റ്റായിട്ട് നമുക്ക് കപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കണക്കാക്കേണ്ടത്. നമുക്ക് 1.5 ഇഞ്ച് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. ഈ ടക്ക് വരച്ചെടുത്തുനിന്നാണ് നമ്മൾ ഷേപ്പ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. അതുപോലെ ഈ നമ്മൾ 1 ഇഞ്ച് വരച്ചെടുത്തുന്ന ഈ ടക്കിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ ടക്കിൻ്റെ, അതായത് അടിവശത്തെ അണ്ടർ ബ്രസ്റ്റിന്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് തയ്യൽത്തുമ്പം കൊണ്ടിടാം.
നമ്മൾക്കിനി കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. നമുക്ക് അര ഇഞ്ചോളം നമുക്കിവിടെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ പുറകിലത്തെ കഴുത്തിൻ്റെ കൈക്കുഴിയുടെ അളവ് പോയിട്ടുള്ളത്. അതിൽ നിന്നും അര ഇഞ്ച് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു. ഇതാണ് നമുക്കിപ്പം ഫ്രണ്ടിലത്തെ കൈക്കുഴി കട്ട് ചെയ്യേണ്ട അളവ്. ഇത് പുറകിലത്തെ ആയിരുന്നു. ഇത്രയും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേറെ 2 ടക്കും കൂടെ വേണം. അത് നമ്മൾ ഈ മെയിൻ പോയിന്റിൽ നിന്നും അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി, അല്ലെങ്കിൽ ഈ അളവിൻ്റെ, അതായത് ഇവിടുത്തെ കഴുത്തും ഈ ഷേപ്പും കഴിഞ്ഞിട്ടുള്ള അളവിൻ്റെ നടുക്കോ അതിൻ്റെ തൊട്ട് മുകളിലോ ആയിട്ട് ഇവിടെ 6 ഇഞ്ചാണ്, 3 ഇഞ്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നാണ് അത് ഇതിൻ്റെ നേരെ, അതായത് മെയിൻ ടക്കിൻ്റെ നേരെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് വ്യത്യാസം വരുത്തുന്നു, ഇവിടുന്ന് 1.5 ഇഞ്ച് അകലം കൊടുക്കുന്നു. നമ്മുടെ ടക്ക് നമ്മളെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പീസേ കട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത പീസും കൂടെ നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാൻഡാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. തുണി വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഉള്ള സ്ഥലത്തൊന്ന് ബാൻഡ് കട്ട് ചെയ്യാം. ബാൻഡിന്റെ നീളം വരുന്നത് തയ്ച്ച് തീരുമ്പോൾ നമുക്ക് 8.5 ഇഞ്ചാണ്. അതായത് നമ്മുടെ 33 വേസ്റ്റ് അളവായിട്ട് വരുന്നത്. അതിന്റെ 4 വണ്ണം എന്ന് പറയുന്നത് 8.25. അപ്പൊ നമുക്ക് 8.25 നമുക്ക് വണ്ണമായിട്ട് കിട്ടണം. അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് പിന്നെ നമ്മൾ ലൂസിന് ആഡ് ചെയ്യേണ്ടത്. അപ്പം 8.25 9.25 10.5 നമുക്ക് വണ്ണമായിട്ട് എടുക്കാം. ഇവിടെ ഒരു ചെറിയ പീസ് കൊടുക്കേണ്ടി വരും. പിന്നെ ബാൻഡിന്റെ വണ്ണം എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, പുറകുവശത്തിന്റെ മുകളിൽ നമ്മൾ മുൻവശം എടുത്ത് വെക്കുന്നു. അതിന്റെ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. ഇങ്ങനെ നമ്മൾ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. അതനുസരിച്ച് നമ്മൾ ബാൻഡിന്റെ വീതി എടുക്കുക. നമുക്കിവിടെ വരുന്നത് തലത്തുമ്പം കഴിഞ്ഞിട്ട് നമുക്ക് 3.5 ഇഞ്ച് വരണം. ഇവിടെ നമുക്ക് 2.25 വരണം. സൈഡിൽ നമുക്ക് 3 ഇഞ്ച് വേണം. ഇവിടെ 3.5, ഇവിടെ 2.25, ഇവിടെ 3, ഇവിടെ 3, 2.25, 3.5 ഇങ്ങനെ വരണം. ഈ ബാൻഡിന്റെ അളവ് എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരേ അളവ് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇറക്കത്തിനും ആളുടെ പൊക്കത്തിനനുസരിച്ച് ബാൻഡിൽ ഇറക്കത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതായത് ബാൻഡിന്റെ വീതിയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. മൂന്നര നമുക്ക് തയ്ച്ച് തീരുമ്പം കിട്ടേണ്ടതാണ് കഴുത്തിന്റെ താഴെ. അപ്പൊ നമ്മൾ 4.5 ഇവിടെ കൊടുത്തു. ഇവിടെ നമുക്ക് 2.25 കിട്ടേണ്ടതാണ്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 3.25 നമ്മൾ കൊടുത്തു. ഇവിടെ നമുക്ക് 3 കിട്ടണം, അതിന് നമ്മൾ 4 കൊടുത്തു. ശേഷം നമുക്ക് ഷേപ്പ് വരച്ചിരിക്കും. ഇതാണ് നമ്മുടെ ബാൻഡിന്റെ അളവ് വരുന്നത്. കഴുത്തിന്റെ താഴെ 3.5 വരേണ്ട അടുത്ത് നമ്മൾ 4.5 കൊടുത്തു, 1 ഇഞ്ച് കൂട്ടിയിട്ട്. ഇവിടെ 2.25 വരേണ്ട അടുത്ത് 3.25 കൊടുത്തു. ഇവിടെ നമ്മൾ 3 കിട്ടേണ്ട അടുത്ത് 4 കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് വരച്ചിട്ടുള്ളത്. നമുക്ക് ബാൻഡും കൂടെ വെട്ടിയെടുക്കാം. നമ്മൾ ബാൻഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പടി, ക്രോസ് പീസ് ഇതെല്ലാം വെട്ടിയെടുക്കണം. ഇതെല്ലാം കാണിക്കുന്നില്ല. ലൈനിങ് വെട്ടിയെടുക്കണം. അതിനുശേഷം തയ്ക്കുന്ന നേരത്ത് കാണിക്കാം.
നമ്മൾ ലൈനിങ്ങോടെ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ പീസ് നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ പുറകിലത്തെ പടി കൊടുക്കുന്നത് ലൈനിങ്ങിൽ നിന്നാണ്. ക്രോസ് പീസ് കൊടുക്കുന്നത്, കഴുത്തിന് ക്രോസ് പീസ് കൊടുക്കുന്നത് ഇതാണ്. കട്ടിങ് നമ്മൾ ഒരു പീസ് ഇതിൽ നിന്ന് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലൈനിങ് കട്ട് ചെയ്താൽ നമുക്ക് ബ്ലൗസും തുണി എന്തോരം തികയും നമുക്ക് അറിയത്തില്ല. കാരണം സാരി വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് ചില തുണികൾ നമുക്ക് 3/4 കൈ എടുക്കുമ്പോൾ നമുക്ക് തികയാതെ വരും. അപ്പം ഈ തുണി എന്തോരം തികയുമെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി നമ്മൾ ലൈനിങ് ബ്ലൗസിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ സാരി ബ്ലൗസ് ആദ്യം കട്ട് ചെയ്ത ശേഷം ലൈനിങ് കട്ട് ചെയ്യുന്നത്. നമ്മൾ സാരി ബ്ലൗസ് ആദ്യം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാ ബ്ലൗസുകളും മൊത്തം തുണി നമുക്ക് തികഞ്ഞ് കിട്ടത്തില്ല. കാരണം കട്ടിങ്ങിന് കിട്ടത്തില്ല, പടിക്ക് കിട്ടത്തില്ല, ക്രോസ് പീസിന് കിട്ടത്തില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ലൈനിങ് രണ്ടാമതാണ് കട്ട് ചെയ്യുന്നത്. ചിലർ പറയും ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. നമ്മൾ ബ്ലൗസ് ആദ്യം കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്യാറുള്ളത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓരോ ഭാഗവും കട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടതായ എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ പുറകു പീസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പടിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് എടുക്കുക. അന്നേരം നമുക്ക് തയ്ക്കാൻ നേരത്തെ എളുപ്പമുണ്ടാവും. നമ്മൾ പുറകു പീസ് തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് കൈ നമ്മൾ ഫ്രണ്ട് വശം ലൈനിങ് കട്ട് ചെയ്തു, കൈ കട്ട് ചെയ്തു, പുറകു വശം കട്ട് ചെയ്തു. ഇനി കട്ടിങ് ക്രോസ് പീസ് ഇത്രയും കട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാം. 37.5 ഇഞ്ച് സാരി ബ്ലൗസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്